എല്ലാവരും എനിക്കൊന്നും ഇവിടെയും കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. എത്രയാ റേറ്റ്? കാര്യങ്ങളുണ്ടെങ്കിലും ഇത് മിസ് ചെയ്യരുത്. വേറെ ഏത് മിസ് ചെയ്താലും പോട്ടെ. നമ്മളിപ്പോ വന്ന് കഴിച്ചിട്ട് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരെണ്ണം ഇതാണ്. ഉറങ്ങാൻ നേരം വെക്കാം. നേരെ നമ്മൾ പൈൻ വാലിയിലെത്തി. അതെ, അപ്പൊ നമ്മളിപ്പോ അതിന്റെ പാർക്കിംഗിലാണ് നിൽക്കുന്നത്. അതെ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് മൺഡേ ആയതുകൊണ്ടാണ്. അതെ, നമ്മൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഉണ്ട്, വേറെ 1-2 ഗ്രൗണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതാണ് ഉള്ളതിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി വിശാലമായിട്ടുള്ളത്. ഈ സൈഡ് മൊത്തം കാറും, അപ്പുറം സൈഡാണെങ്കിൽ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസും ഒക്കെ പാർക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ കാറിന് ഒരു പാർക്ക് ചെയ്യാൻ വാങ്ങിയത് 30 രൂപയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ പൈൻ ഫോറസ്റ്റിലോട്ട് പോവാം. അപ്പൊ ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഇന്നും അത്യാവശ്യം ആളൊക്കെ ഉണ്ട്, പക്ഷെ അന്നത്തെ പോലെ ഇല്ല കേട്ടോ. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൈൻ വാലി. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തേക്കടി പോവാം. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ അഡ്വഞ്ചർ പാർക്ക്. അതെ, ഇഷ്ടംപോലെ വെറൈറ്റി ബാഗുകളൊക്കെ ഉണ്ട്, കുറെ ബൊമ്മകളൊക്കെ ഉണ്ട്. ഉറങ്ങാൻ നേരം വെക്കാം. കുരുവിക്കൂട്, തുപ്പി, ഗ്ലാസ്, പിന്നെ നമ്മൾ കണ്ട ചോക്ലേറ്റുകളുണ്ട്. നമ്മൾ ഈ ചോക്ലേറ്റ് വാങ്ങിച്ചു, എനിക്ക് വാങ്ങിച്ചു. ഇഷ്ടംപോലെ സ്പെക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ബാഗ്സ് കേട്ടോ. ലെതർ പോലെ ഇരിക്കും, നല്ല രസമുണ്ട്. വുഡൻ ടച്ച് ഒക്കെ ഉള്ള സ്പൈസസ് ഗിഫ്റ്റ് പാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. സ്പൈസസ് കീ ചെയിൻസ് ഒക്കെ ഉണ്ട്. ഇതൊരു കുത്തനെ ഇറക്കം പോലെ, കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ ശരി, അതെ കാണുന്നുണ്ട്. പൈനുണ്ട്. ഇതെല്ലാം വളരെ അടുത്തടുത്തല്ലേ, അത്ര ദൂരമൊന്നും ഇല്ല നമുക്ക്. അതെ, എത്തിക്കഴിഞ്ഞു. ഇവിടെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര റഷാണ് ഇന്നത്തെ ദിവസം. ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പം മുതിർന്നവർക്ക് 10 രൂപയാണ്. നമ്മുടെ കയ്യിലിപ്പം മുതിർന്നവർ മാത്രമേ ഉള്ളൂ. അപ്പം 2 ടിക്കറ്റ് 20 രൂപ. അപ്പം എവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്നുള്ളതാണ്. 10 രൂപയാണ് ഒരാൾക്ക്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്. ട്രെക്കിങ്ങിന്റെ റേറ്റ്സ് ആണ് നമ്മളിപ്പോ കാണുന്നത്. ഇവിടെ ക്യാമറ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കുമ്പോ തറയൊക്കെ അടിപൊളി. അയ്യോ കുരങ്ങം കേട്ടോ. ഇവിടെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. എത്രയാ റേറ്റ്? 800 ആണ് സ്റ്റാർട്ടിങ് കേട്ടോ. പിന്നെ ഇവിടെ ജന്മനക്ഷത്ര വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ വേറെ കുറെ കൂട്ടരുണ്ട് കേട്ടോ. ആരാന്ന് പറഞ്ഞാൽ കുരങ്ങൾ. ഇഷ്ടം പോലെ കുരങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. കയ്യിൽ ആഹാരമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല നമുക്കൊന്നും. ഇഷ്ടം പോലെ കുരങ്ങൾ. അതെ, ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പൈൻ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. അടിപൊളിയായിട്ടില്ലേ, നല്ല രസമുണ്ട്. അപ്പുറത്താണെങ്കിൽ മുട്ടക്കുന്നും. എനിക്ക് തോന്നുന്നു ഇത് അപ്പുറത്ത് ആ മുട്ടക്കുന്നും ഇതെല്ലാം അഡ്ജസ്റ്റന്റ് ആയിട്ടിരിക്കുന്നു. അത് നല്ല രസമുണ്ട്. ഒരു രക്ഷ. എല്ലാം വലിയ ആൾക്കാരാണ് ഗ്യാങ് ആയിട്ട് വരുന്നത്. അതെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുഡ് പ്രിന്റ് ഓഫ് അനിമൽസ്. നമുക്ക് ഇവിടെ ഇങ്ങനെ പോസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടെ വന്ന് ഈ പൈൻ ഫോറസ്റ്റ് മിസ് ചെയ്യില്ല. അതെ, ഇതാണ് കാണേണ്ട സ്ഥലം. സത്യം പറയും, ഈ കണ്ടതിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല. മേലോട്ടൊക്കെ നമുക്ക് കയറി പോവാം കേട്ടോ. ഈ താഴെ കൂടെ പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ അങ്ങനെ പോകണം. ഇനി ഒരു ഏകദേശം ഒരു മിഡ് ആയിട്ടുണ്ട് നമ്മൾ കേട്ടോ. അതാ താഴോട്ട് പോയി കഴിഞ്ഞാൽ വാ ഉണ്ടോ, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാം. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം, ഒരു മടുപ്പുമില്ല. എൻ്റെ നമ്മളിവിടെ സ്വസ്ഥമായിട്ട് വന്നിരിക്കുകയാണ്. ആരും ശല്യം ചെയ്യില്ല. കുരങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ അങ്ങോട്ട് ആ സൈഡിൽ കയറുന്ന എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്.
ഈ വാഗമൺ വരുന്നവര് എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങളുണ്ടെങ്കിലും ഇത് മിസ് ചെയ്യരുത്. വേറെ ഏത് മിസ് ചെയ്താലും പോട്ടെ. നമ്മളിപ്പോ വന്ന് കഴിച്ചിട്ട് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരെണ്ണം ഇതാണ്. മിസ് ചെയ്യരുത്. വരുന്ന വഴിക്ക് ഇച്ചിരി ഒന്ന് നടക്കണം. ഇച്ചിരി ഇടുങ്ങിയ വഴിയാണ്, പക്ഷെ എന്നാലും അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ വിശാലമായ ഒരു ലോകമാണ് അല്ലേ. ഇങ്ങനെ ഇരിക്കും. അടിപൊളിയല്ലേ? തിരിച്ചു വിട്ട് ഞങ്ങളെത്തി. ഈ പെട്രോളും ഡീസലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് ബാക്കി എടുക്കണം അല്ലേ? എന്താ പറയുന്നു? ഫുഡ്. ഞാൻ വിചാരിച്ചു ശരിക്കും പെട്രോൾ കത്തിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് നല്ല ട്യൂബ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൂടെ പോയി നോക്കിയിട്ട് നല്ല ട്യൂബ് എന്ന് പറഞ്ഞപ്പോ ഇതുകൂടെ പോയി നോക്കിയിട്ട് നമുക്ക് എന്താ പറയാ ഫുഡ് കൂടെ അടിച്ചിട്ട് പിന്നെ എന്താ കാര്യം നമുക്ക് നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടു. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് വാങ്ങിക്കണം. സ്കൂളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ വരുന്നുണ്ട്. എനിക്ക് മെഡോസിലോട്ട് ആരുമില്ല. എല്ലാവരും എനിക്കൊന്ന് ഇവിടെയും അഡ്വഞ്ചർ സോണിലും ആണ് വരുന്നത്. മെഡോസിൽ വളരെ ആൾക്കാർ കുറവാണ്. കാരണം എവിടെ നോക്കിയാലും മതിയാണ് മുട്ടക്കൊന്നും തന്നെയാണല്ലോ കാണുന്നത്. അതായിരിക്കും. നമുക്ക് അങ്ങോട്ടുണ്ട്. ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഒരാൾ വരുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. ഫുഡ് വാങ്ങിച്ചിരാം. കുറങ്ങളത് ആ വേസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അതേപോലെ നമ്മളിപ്പോൾ ഈ താഴോട്ട് ഇറങ്ങുവാണ്. ഇവിടെ ഇന്നങ്ങ് നിറയ്ക്കാൻ മതി. ഇല്ല ജഗതി പോകണമല്ലോ നോക്കാം അല്ലേ. താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ സെറ്റ്. ഇത്രയേ ഉള്ളല്ലേ? അങ്ങോട്ടൊക്കെ ഉണ്ട് നടക്കാൻ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളിതേ ഈ സൈഡിൽ കൂടെ ഒക്കെ പോവാം കേട്ടോ. അതെ, അങ്ങോട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. എന്താന്ന് അറിഞ്ഞൂടാ. പൈൻ ഫോറസ്റ്റ് ഇറങ്ങി വരുന്നിടത്ത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇതുവഴി ഒരു റൂട്ടുണ്ട് കേട്ടോ. പക്ഷേ അത്രത്തോളം പോകാൻ പറ്റത്തില്ല, ലിമിറ്റഡ് ആണ്. പിന്നെ വന്ന് എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. കണ്ടില്ല, ഇത്രയേ ഉള്ളൂ പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റിനകത്ത് നമുക്ക് കാണാനുള്ള ഇത്ര സ്ഥലങ്ങളുള്ളൂ. പിന്നെ അങ്ങോട്ട് താഴോട്ടൊക്കെ പോവാം. പക്ഷെ അത് നമ്മളിപ്പോൾ പോകുന്നില്ല അല്ലേ? നമ്മൾ എന്തായാലും സെയിം വ്യൂ തന്നെ അങ്ങോട്ട്. അതെ, ആ വഴി അവിടെ ഒരു വഴി കാണാൻ തോന്നുന്നു. അവിടെ പിന്നെ ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പോവാം. പിന്നെ ഉള്ളതാണ്ട് ഇവിടെ ഫുള്ള് ഈ സെയിം വ്യൂ തന്നെയാണ്. ഇതേ വ്യൂ തന്നെയാണ് അങ്ങ് അറ്റം വരെ. മുകളിൽ നമ്മൾ അവിടെ വെച്ചൊക്കെയാണ് ആദ്യം ഫോട്ടോ എടുത്തത്. അപ്പോൾ കൊള്ളാം കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയാണ്. കുറേ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് പോവുകയാണ്. എനിക്ക് ഫുഡ് അടിക്കണം. ഡീസൽ ഫില്ല് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ വഴിയെ കാണാം. അപ്പം നല്ല അടിപൊളി സ്ഥലമാണ്. പോകാൻ തോന്നുന്നില്ല. പക്ഷേ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഏരിയ ഉള്ളു കേട്ടോ. പക്ഷെ എന്നാലും അത് അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വലുതാണ്. അത്ര അടിപൊളിയാണ്.